ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതല്ല, പക്ഷേ ഇതിന് പറ്റിയൊരു ബുദ്ധിമുട്ട് ആൾക്കാർ പറഞ്ഞപ്പോഴാണ് ചെയ്യണമെന്നൊരാവശ്യം എനിക്കൊണ്ട് മനസ്സിലായത്. ഇത് ഇന്നലെ ചെയ്യേണ്ടതായിരുന്നു. കാൻഡഫെയറിലേക്ക് എൻ്റർ ആവാൻ വലിയ പാടുള്ള കേസല്ല. നമ്മൾ വരുമ്പം വെളിയിൽ വലിയൊരു ക്യൂവും കാര്യം അവിടെയാണ് ആൾക്കാർക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഈ ഒരു ബാഡ്ജ് ഓൾറെഡി നമുക്കൊരു QR കോഡ് കിട്ടിയിട്ടുണ്ടാവും. അത് കിട്ടിയവർ ആ ലൈനിൽ നിൽക്കണോ വേണ്ടുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷൻ. അത് നിന്നേ പറ്റത്തുള്ളൂ. അത് അകത്തേക്ക് എൻ്റർ നമ്മൾ ആദ്യമുള്ള നമ്മളൊരു സെർച്ചിങ് കാര്യങ്ങളും വേണ്ടുള്ള ഒരു ക്യൂ അത് നിന്നേ പറ്റത്തുള്ളൂ. ആ ഒരു ക്യൂ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. ഇന്നത്തെ ദിവസം അത്രയും ഒരു ക്യൂ നിൽക്കേണ്ട അധികം വന്നിട്ടില്ല. ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. എന്നാലും അത് നിൽക്കേണ്ടി വരും. അകത്ത് എൻ്റർ ആയി കഴിയുമ്പം നമ്മളെ ഈ നേരെ റൈറ്റ് സൈഡിലാണ് ATM മെഷീൻ പോലെ സംഭവമുണ്ട്. നേരെ അതിനകത്ത് പോവുക. നമ്മുടെ QR കോഡ് വേണ്ട, നമ്മുടെ പാസ്പോർട്ടാണ് ഫ്രണ്ട് പേജ്. അങ്ങോട്ട് അതിനകത്ത് വെച്ച് കൊടുത്തു കഴിയുമ്പോൾ വേറെ ഒന്നും വേണ്ട. ഒരു 2 സെക്കൻഡ് പോലും തികച്ച് വേണ്ട. അതിനുള്ളിൽ നമ്മുടെ ഈ കാർഡ് അടിച്ച് നമ്മുടെ കൈ കിട്ടും. നമ്മുടെ IDയും ഫോട്ടോയും കാര്യങ്ങളെല്ലാം വെച്ച് സാധനം കിട്ടും. ഇത് കിട്ടിയാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ലൈഫ് ലോങ് ആണ്. ഇനി നിങ്ങൾ അടുത്ത ഇനി ഒരു 30 കൊല്ലത്തെ അതിൽ കൂടുതലോ നിങ്ങൾ ഇനി ചൈനയിൽ വരുന്നെങ്കിൽ ഈ കാർഡ് കാണിച്ച് ചിലപ്പോൾ എയർപോർട്ടിൽ പോലും വേറെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. പാസ്പോർട്ട് കൊടുക്കുക, ഈ കാർഡ് കൊടുക്കുക, വേറെ ഒരു ചോദ്യങ്ങൾ പോലും ഉണ്ടാവില്ല. അത്രയും വാല്യുള്ളൊരു കാർഡാണ്. അതിനുള്ള അത്രയും എല്ലാ വർഷവും ഇനി ഈ പരിപാടിക്ക് ഒറ്റ കാർഡ് മതി. ആ കാർഡ് കൊണ്ട് നേരെ ബാക്കിയുള്ളവരെ ഫോളോ ചെയ്ത് അതിൻ്റെ പുറകെ പോയാൽ മതി. നമുക്ക് നേരെ കാർഡ് കാണിച്ച് എൻ്റർ ആവാം. പിന്നെ ഒരു പ്രൊസീജിയേഴ്സ് എല്ലാം ഒന്നുമില്ല.